വിശാലമായ സ്വർണ്ണ നിറത്തിലുള്ള മരുഭൂമിയിൽ സൂര്യൻ തെളിഞ്ഞു കത്തിയൊഴിയുകയായിരുന്നു. മണൽ കന്നെത്താ ദൂരത്തോളം പരന്നു കിടക്കുകയായിരുന്നു. മലകളുടെ ഇടയിൽ ഒരു ഒട്ടകം ശാന്തമായി തന്റെ ചരക്ക് ചുമന്ന് മന്ദഗതിയിൽ നടക്കുകയായിരുന്നു. മരുഭൂമി നിശബ്ദമായിരുന്നെങ്കിലും ജീവിതം മന്ദഗതിയിലും സമതുലിതമായും മുന്നോട്ടു പോകുകയായിരുന്നു. ഒരു ദിവസം അപ്രതീക്ഷിതമായി മണൽക്കാറ്റ് വീശി തുടങ്ങി. കാറ്റ് ശക്തിയായി വീശി മണൽ ചെറുതായ തിരകളെപ്പോലെ ചുറ്റും പായുകയായിരുന്നു. മറ്റു മൃഗങ്ങൾ എവിടേക്കു പോകണമെന്നറിയാതെ പേടിച്ച് ഓടിപ്പോയി. പക്ഷേ ഒട്ടകം ശാന്തമായിരുന്നു. ജാഗ്രതയോടെ ഒരു സുരക്ഷിതമായ വഴിയെ കണ്ടെത്തി മറ്റു മൃഗങ്ങളെ മലകളുടെ പിന്നിലുള്ള ഒരു ചെറു സുരക്ഷിത സ്ഥലത്തേക്ക് നയിച്ചു. കാറ്റ് ശമിച്ച ശേഷം എല്ലാ മൃഗങ്ങളും സുരക്ഷിതരായി നന്ദിയോടെ നിറഞ്ഞു. ഭയന്ന് ഓടിയാൽ ഒന്നും പ്രയോജനമില്ലെന്നു അവർ മനസ്സിലാക്കി. മന്ദഗതിയിൽ നടക്കുന്നതും ശ്രദ്ധയോടെ ചിന്തിക്കുന്നതും ശാന്തത പാലിക്കുന്നതും വെല്ലുവിളികളെ നേരിടാൻ സഹായിക്കും എന്നു അവർ പഠിച്ചു. തുടർന്ന് ഒട്ടകം ഒരു ചെറുപച്ചപ്പുള്ള സ്ഥലത്തെത്തി. അവിടെ തണുത്ത വെള്ളവും പച്ചപ്പാർന്ന സസ്യങ്ങളും ഉണ്ടായിരുന്നു. ഒട്ടകം നിതാന്തമായി വെള്ളം കുടിച്ചു ആനന്ദിച്ചു. സമീപത്തു ചില മരുഭൂമി പക്ഷികൾ സന്തോഷത്തോടെ ചുറ്റും പറന്നു കൂവിക്കൊണ്ടിരുന്നു. ഒട്ടകം തന്റെ നിഴൽ അവരുമായി പങ്കിട്ടു. പക്ഷികൾ നന്ദിയോടെ ഇനിയും ഉല്ലാസത്തോടെ കൂവിക്കൊണ്ടിരുന്നു. ദിവസം അവസാനിക്കുമ്പോൾ മരുഭൂമി ഇപ്പോഴും ചൂടായിരുന്നുവെങ്കിലും ഒട്ടകം മന്ദഗതിയിൽ നടന്നുകൊണ്ടിരുന്നു. അതിന് അടിയന്തിരതയൊന്നുമില്ലായിരുന്നു. സൂര്യൻ അസ്തമിക്കുമ്പോൾ ആകാശം ഓറഞ്ച്, ഇളം ചുവപ്പ് നിറങ്ങളിൽ മങ്ങിയിരുന്നു. ഒട്ടകം വിശ്രമിക്കാൻ ഒരു മൃദുവായ സ്ഥലം കണ്ടെത്തി കണ്ണടച്ച് ശാന്തമായി ഉറങ്ങി. രാത്രിയിൽ നക്ഷത്രങ്ങൾ അല്പാൽപമായി തെളിഞ്ഞു. തണുത്ത കാറ്റ് മരുഭൂമിയെ സുഖപ്രദമാക്കി. ഒട്ടകം തന്റെ സ്വപ്നങ്ങളിൽ വീണ്ടും ഒരു പ്രകാശമേറിയ ദിനത്തെ കണ്ടു. ധൈര്യം, ശാന്തത, മറ്റുള്ളവരെ സഹായിക്കൽ, ഇവ സുരക്ഷയും സന്തോഷവും വിജയവും നൽകും. ഒരു പച്ചപ്പാർന്ന കാട്ടിൽ ഒരു കുരങ്ങും ഒരു മാൻകുട്ടിയും ഒരു ആമയും 3 നല്ല സുഹൃത്തുക്കളായി ജീവിച്ചിരുന്നു. അവർ എല്ലാ ദിവസവും ഒരുമിച്ച് കളിക്കുമായിരുന്നു. കുരങ്ങ് മരങ്ങളിൽ കയറി പഴങ്ങൾ പറിച്ച് എല്ലാവർക്കും കൊടുക്കും. മാൻകുട്ടി പച്ചപ്പുല്ല് കൊണ്ടുവന്ന് സുഹൃത്തുക്കളുമായി പങ്കിടും. ആമ പതുക്കെ കഥകൾ പറഞ്ഞ് എല്ലാവരെയും ചിരിപ്പിക്കും. അവർ എല്ലായ്പ്പോഴും സന്തോഷത്തോടെ ജീവിച്ചിരുന്നു. ഒരു ദിവസം മാൻകുട്ടി പുല്ല് തേടി പോയപ്പോൾ അത് വേട്ടക്കാരൻ വിരിച്ച വലയിൽ കുടുങ്ങി. ഭയന്ന മാൻകുട്ടി കരഞ്ഞുകൊണ്ട് "അയ്യോ, ആരെങ്കിലും എന്നെ രക്ഷിക്കൂ" എന്ന് വിളിച്ചു. അത് കേട്ട കുരങ്ങും ആമയും ഉടൻ ഓടിയെത്തി. കുരങ്ങ് വല കീറാൻ ശ്രമിച്ചു. പക്ഷേ കയർ വളരെ ശക്തമായതിനാൽ കഴിഞ്ഞില്ല. അപ്പോൾ ആമ പറഞ്ഞു, "ഞാൻ പതുക്കെ കടിച്ചു വിടുതൽ നൽകാം." ആമ തന്റെ മൂർച്ചയുള്ള പല്ലുകളാൽ കയർ കടിച്ചു. മന്ദമായി മന്ദമായി മാൻകുട്ടിയെ മോചിപ്പിച്ചു. മാൻകുട്ടി സന്തോഷത്തോടെ ചാടിക്കളിച്ചു. അപ്പോഴേക്കും വേട്ടക്കാരൻ എത്തി. ആമ പതുക്കെയായതിനാൽ അവൻ അതിനെ എടുത്തു. കുരങ്ങും മാൻകുട്ടിയും ഒരുമിച്ച് ഉറക്കെ വിളിച്ചു. വേട്ടക്കാരൻ ഭയന്ന് ആമയെ താഴെ ഇടുകയും ഓടിപ്പോകുകയും ചെയ്തു. ആമ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, "സുഹൃത്തുക്കൾ ഉണ്ടെങ്കിൽ ഏതു പ്രശ്നവും എളുപ്പത്തിൽ പരിഹരിക്കാം." ആ ദിവസം മുതൽ അവർ ഇനിയും ശക്തമായ സുഹൃത്തുക്കളായി ജീവിച്ചു. യഥാർത്ഥ സുഹൃത്തുക്കൾ എപ്പോഴും നമ്മെ രക്ഷിക്കും. ഐക്യം ഉണ്ടെങ്കിൽ ഏതു ബുദ്ധിമുട്ടിനെയും ജയിക്കാം. ഒരു കാലത്ത് ഒരു ചെറിയ ഗ്രാമത്തിൽ ഒരു ദയുള്ള ഉപ്പുവ്യാപാരി ജീവിച്ചിരുന്നു. അവന് ഒരു കഴുത ഉണ്ടായിരുന്നു. പ്രതിദിനവും രാവിലെ അവൻ കഴുതയുടെ പുറത്ത് ഉപ്പുമുതൽ ചുമത്തി ചന്തയ്ക്കു പോകും. തുടർന്ന് വീട്ടിലേക്ക് മടങ്ങും. ആദ്യത്തിൽ കഴുത നല്ലപോലെ ജോലി ചെയ്തു. പക്ഷേ കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ അത് മടിയനും കപടവുമാക്കി. ഒരു ദിവസം കഴുത ചിന്തിച്ചു, "എനിക്ക് എല്ലാ ദിവസവും വലിയ ഭാരമോ? ഇത് എങ്ങനെ എളുപ്പമാക്കാം?" അടുത്ത ദിവസം അവർ നദി കടക്കുമ്പോൾ കഴുത വെള്ളത്തിൽ ഇരുന്നു. ഉപ്പുമുതൽ നനഞ്ഞു. തൂക്കം കുറവായി. കഴുത സന്തോഷത്തോടെ പറഞ്ഞു, "ഹാ ഹാ, ഇപ്പോൾ എന്റെ ഭാരമിലകുവായി. ഇത് ഞാൻ എല്ലാ ദിവസവും ചെയ്യും." ഉപ്പുവ്യാപാരി ഇത് കണ്ടു. പക്ഷേ ഒന്നും പറഞ്ഞില്ല. അടുത്ത ദിവസം രാവിലെ അവൻ കഴുതയ്ക്ക് ഒരു പാഠം പഠിപ്പിക്കണമെന്ന് തീരുമാനിച്ചു. ഈ സമയം ഉപ്പിന് പകരം
അവൻ വസ്ത്രസഞ്ചികൾ കയറ്റി. എന്നെപ്പോലെയും കഴുത വെള്ളത്തിൽ ഇരുന്നു. പക്ഷേ ഈ സമയം സഞ്ചികൾ ഇനിയും ഭാരമായി. കഴുത എഴുന്നേൽക്കാൻ ശ്രമിച്ചു, പക്ഷേ കഴിഞ്ഞില്ല. അത് കൂവിക്കരഞ്ഞു, ഹീഹാ ഹീഹാ, സഹായിക്കൂ. ഉപ്പുവ്യാപാരി ചിരിച്ചു പറഞ്ഞു, മടിപ്പ് ഒരിക്കലും സഹായിക്കില്ല എന്റെ ചെറിയ കഴുതേ. സത്യസന്ധമായ പരിശ്രമം നല്ല ഫലം നൽകും. ആ ദിവസം മുതൽ കഴുത തന്റെ പിഴവ് മനസ്സിലാക്കി. പ്രതിദിനവും മനസ്സോടെ ജോലി ചെയ്തു. വീണ്ടും ഒരിക്കലും ചതിക്കാൻ ശ്രമിച്ചില്ല. മടുപ്പും വഞ്ചനയും എപ്പോഴും ദുഃഖമേ നൽകൂ. മനസ്സോടെ ചെയ്ത പരിശ്രമം മാത്രം വിജയത്തിലേക്ക് നയിക്കും. ഒരു പച്ചപ്പച്ചയായ കാട്ടിൽ ഒരു കുഞ്ഞ് എലി സ്വതന്ത്രമായും സന്തോഷത്തോടെയും ജീവിച്ചിരുന്നു. അത് പ്രതിദിനവും പുഷ്പങ്ങളുമായി കളിച്ച് കാറ്റിനൊപ്പം തുള്ളി തുള്ളി ഓടി വെള്ളത്തിൽ കുളിച്ച് സന്തോഷിച്ചു. ഒരു ദിവസം ആ കാട്ടിലേക്ക് ഒരു വലിയ ആന എത്തിയിരുന്നു. അതിന്റെ കാൽസ്വരം ഭൂമിയെ നടുങ്ങിച്ചു. അതിന്റെ ശ്വാസത്വരവും ഇടിമുഴക്കം പോലെ കേട്ടു. മറ്റ് എല്ലാ മൃഗങ്ങളും ഭയന്ന് ഓടിമറഞ്ഞു. എങ്കിലും കുഞ്ഞ് എലി നിശബ്ദമായി നിന്നു. ആ എലി നേരെ ആനയിലേക്ക് പോയി പറയുന്നു, നമസ്കാരം വലിയ ആനേ. ഇവിടെ എല്ലാവരും നല്ലവരാണ്. ഇവിടെ ആരും ആരെയും വീഴ്ചപ്പെടുത്തില്ല. നിങ്ങൾ ഇവിടെ സന്തോഷമായി കഴിയാം. ആന ഒരു ചെറിയ പുഞ്ചിരിയോടെ നോക്കി പറഞ്ഞു, നന്ദി കുഞ്ഞേലിയെ, നീ ധൈര്യത്തോടെ സംസാരിക്കുന്നു. നാം രണ്ടുപേരും സുഹൃത്തുക്കളാകാമോ? അതിനുശേഷം എലി ആനയെ കാട്ടുചുറ്റി കാണിച്ചു. അവർ ഒരുമിച്ച് കളിച്ച് സന്തോഷിച്ചു, നല്ല സുഹൃത്തുക്കളായി. ഒരു ദിവസം എലി ഒരു ആഴമുള്ള കുഴിയിൽ തെറ്റി വീണു. ആ ചെറിയ എലി സഹായം സഹായം എന്ന് വിളിച്ചു. പക്ഷേ ആ ശബ്ദം ആർക്കും കേൾക്കാനായില്ല. എങ്കിലും ആനയുടെ ചെവിക്ക് ആ ശബ്ദം വ്യക്തമായി കേട്ടു. ഉടൻ ഓടി വന്നു. ആന കുഞ്ഞ് എലിയെ രക്ഷിച്ചു. ആ സംഭവത്തിനു ശേഷം അവരുടെ സൗഹൃദം കൂടുതൽ ശക്തമായി. അവർ പ്രതിദിനവും ഒരുമിച്ച് കളിച്ചു, പാടിയും നൃത്തം ചെയ്തും കഥകൾ പങ്കിട്ടും സമയം ചെലവിട്ടു. മറ്റു മൃഗങ്ങൾ ഈ സൗഹൃദം കണ്ടും സന്തോഷിച്ചു. കാട്ടിൽ ഐക്യവും സൗഹൃദവും വളരാൻ തുടങ്ങി. എല്ലാ മൃഗങ്ങളും ഒരുമിച്ച് സ്നേഹത്തോടെ ജീവിക്കാൻ തുടങ്ങി. ഒരു ദിവസം ഒരു ചെറിയ ആട് കാട്ടിലൂടെ നടന്നുകൊണ്ടിരുന്നതായിരുന്നു. ചെറിയ ആട് വളരെ സന്തോഷത്തിലാണ്. അത് കാട്ടിൽ കളിക്കാനും പുൽ കഴിക്കാനും ഇഷ്ടപ്പെട്ടിരുന്നു. അപ്പോഴാണ് ഒരു വലിയ ആട് ഒരു വലിയ മരം കീഴിൽ വിശ്രമിക്കാൻ വന്നത്. എന്നാൽ അത് ശരിയായി നിൽക്കാൻ കഴിയാതെ കുടുങ്ങി. കാലുകളിച്ചു, ശ്വാസം എടുക്കാൻ കഠിനമായി. ചെറിയ ആട് അടുത്തു വന്നു ചോദിച്ചു, വലിയ ആട്, നീ കുടുങ്ങിയോ? വലിയ ആട് അല്പം ആശങ്കയായി പറഞ്ഞു, ആം ചെറിയ ആട്, നീ എനിക്ക് കുറച്ച് സഹായിക്കാമോ? ചെറിയ ആട് ഭയപ്പെടാതെ വേഗം വലിയ ആടിന്റെ അടുത്തു പോയി. അത് വലിയ ആടിനെയും മരത്തെയും സഹായിച്ചു. വലിയ ആട് സന്തോഷത്തോടെ ചിരിച്ചു. നീ വളരെ നല്ല ചെറിയ ആട്. നിന്റെ സഹായമില്ലെങ്കിൽ ഞാൻ എന്തു ചെയ്യുമെന്നറിയില്ല, വലിയ ആട് പറഞ്ഞു. ചെറിയ ആട് സന്തോഷത്തോടെ പുഞ്ചിരിച്ചു. അത് ചിന്തിച്ചു, എപ്പോഴും നല്ല കാര്യങ്ങൾ ചെയ്യണം, മറ്റുള്ളവരെ സഹായിക്കണം. കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞ് ചെറിയ ആട് ഒരു നദി കടക്കാൻ ശ്രമിച്ചപ്പോൾ കുടുങ്ങി. നദിയുടെ വെള്ളം വേഗത്തിൽ ഒഴുകുകയായിരുന്നു. വരുന്ന ആരും സമീപത്തില്ല. അപ്പോൾ വലിയ ആട് വന്നു. അത് ചെറിയ ആടിനെ വെള്ളത്തിൽ നിന്ന് രക്ഷിച്ചു. ചെറിയ ആട് സന്തോഷത്തോടെ പുഞ്ചിരിച്ചു. കാണൂ, നല്ലത് ചെയ്താൽ നല്ലതാണ് മടങ്ങി വരുന്നത്, അത് ചിന്തിച്ചു. അന്നു മുതൽ ചെറിയ ആടും വലിയ ആടും നല്ല സുഹൃത്തുക്കളായി. എപ്പോഴും പരസ്പരം സഹായിച്ചു. നല്ലത് ചെയ്താൽ നല്ലത് മടങ്ങി വരും. ഒരു ശാന്തമായ ചെറിയ പട്ടണത്തിൽ അർജുൻ എന്നൊരു ബാലൻ താമസിച്ചിരുന്നു. അവൻ കഥകൾ എഴുതാനും ചിത്രങ്ങൾ വരയ്ക്കാനും വളരെ ഇഷ്ടം. ഒരു ദിവസം സ്കൂൾ ബാഗ് വൃത്തിയാക്കുമ്പോൾ അവൻക്ക് ഒരു പഴയ പെൻസിൽ കിട്ടി. തിളങ്ങുന്ന വെള്ളി ടിപ്പുള്ള ഒരു പെൻസിൽ ഉണ്ടായിരുന്നു. അപ്രതീക്ഷിതമായി ആ പെൻസിൽ സംസാരിച്ചു. ഹലോ അർജുൻ, ഞാൻ സംസാരിക്കുന്ന പെൻസിൽ. നീ എഴുതുന്ന എന്തും ഞാൻ ജീവിക്കാം. അർജുൻ അത്ഭുതത്തോടെ എഴുതി, ഒരു വലിയ ചോക്ലേറ്റ് കേക്ക്.
ഉടൻ തന്നെ ഒരു രുചികരമായ കേക്ക് അവന്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു. അടുത്ത ദിവസം പെൻസിൽ പതുക്കെ പറഞ്ഞു, അർജുൻ, എന്നെ നല്ല കാര്യങ്ങൾക്കു മാത്രം ഉപയോഗിക്കണം. അല്പദിവസങ്ങൾക്കു ശേഷം അർജുൻ സ്കൂൾ ലൈബ്രറിയിൽ ഒരു പഴയ പുസ്തകം കണ്ടു. അത് തുറന്ന ഉടൻ പുസ്തകം പ്രകാശിച്ചു. ഞാൻ ഒരു മാന്ത്രിക പുസ്തകമാണ്, ലോകത്തിന്റെ എല്ലാ ജ്ഞാനവും എന്നിൽ ഉണ്ട്. നീ എന്നെ വായിച്ചാൽ നിന്റെ കഴിവുകൾ ശരിയായി ഉപയോഗിക്കാൻ ഞാൻ പഠിപ്പിക്കും, പുസ്തകം പറഞ്ഞു. പക്ഷേ അർജുൻ അത് ശ്രദ്ധിച്ചില്ല. അവൻ പെൻസിൽ ഉപയോഗിച്ച് എല്ലാ ദിവസവും മിഠായി, കളിപ്പാട്ടം, കളികൾ ഉണ്ടാക്കി. അവന്റെ സുഹൃത്തുക്കൾക്ക് അസൂയ തോന്നാൻ തുടങ്ങി. അർജുനും സന്തോഷമുള്ളവനല്ലായിരുന്നു. ഒരു സായാഹ്നത്തിൽ മായാബുക്ക് സ്നേഹത്തോടെ പറഞ്ഞു, അർജുൻ, യഥാർത്ഥ സന്തോഷം മായാജാലത്തിൽ നിന്ന് വരുന്നില്ല. അത് പങ്കിടുന്നതിലും പഠിക്കുന്നതിലും പ്രയത്നിക്കുന്നതിലുമാണ്. നിന്റെ പെൻസിൽ നിന്നെക്കാൾ മറ്റുള്ളവർക്കും സഹായിക്കാൻ ഉപയോഗിച്ചാലോ? അർജുൻ ആലോചിച്ചു. അടുത്ത ദിവസം അവൻ പെൻസിൽ കൊണ്ട് നല്ല കാര്യങ്ങൾ വരച്ചു. പുസ്തകങ്ങളില്ലാത്ത കുട്ടികൾക്ക് പുസ്തകങ്ങൾ, വിശന്നവർക്കു ഭക്ഷണം, കളിപ്പാട്ടങ്ങളില്ലാത്ത കുട്ടികൾക്ക് കളിപ്പാട്ടങ്ങൾ. അപ്പോൾ മായാബുക്ക് പ്രകാശിച്ചു പറഞ്ഞു, ഇപ്പോൾ നീ യഥാർത്ഥ മായാജാലം പഠിച്ചു, ദയയും പങ്കിടലും. ആ ദിവസം മുതൽ അർജുൻ തന്റെ കഴിവുകൾ നല്ല കാര്യങ്ങൾക്കു മാത്രം ഉപയോഗിച്ചു. സംസാരിക്കുന്ന പെൻസിലും മായാബുക്കും അവന്റെ ജീവിതകാല സുഹൃത്തുക്കളായി. ഒരു ആഴമുള്ള ശാന്തമായ കാട്ടിൽ ഒരു ഉയർന്ന പഴയ വൃക്ഷം ഉണ്ടായിരുന്നു. ആ വൃക്ഷത്തിന്റെ മുകളിലെ കൊമ്പിൽ ഒരു ബുദ്ധിമാനായ മുണ്ടുച്ചി മൂങ്ങ താമസിച്ചു, ശാന്തവും ജാഗ്രതയുമായിട്ട്. സൂര്യൻ മറഞ്ഞു, നക്ഷത്രങ്ങൾ തെളിഞ്ഞപ്പോൾ മൂങ്ങ തന്റെ പൊന്നിറമുള്ള കണ്ണുകൾ തുറന്നു. മുഴുവൻ കാടും ഉറങ്ങിക്കിടന്നിരുന്നു. പക്ഷേ ആന്ത് ഉണർന്നിരുന്നു. ഇത് അതിന്റെ ലോകം കാണാനുള്ള സമയമായിരുന്നു. ഓരോ രാത്രിയും അത് എല്ലാം ശ്രദ്ധിച്ചു നോക്കും. ഒരു കുഞ്ഞുമുയൽ തന്റെ കുഞ്ഞുങ്ങളെ ഉറക്കുന്നു. ഒരു അണ്ണാൻ നാളേക്കുള്ള ഭക്ഷണം ഒളിപ്പിക്കുന്നു. ഒരു കുറുക്കൻ കർഷകന്റെ വേലിന് സമീപം നിശബ്ദമായി നടക്കുന്നു. ചന്ദ്രന്റെ പ്രകാശത്തിൽ ചെറു കീടങ്ങൾ മൃദുവായി പാടുന്നത് കേൾക്കാം. മൂങ്ങ ഒരു വാക്കുപോലും സംസാരിച്ചില്ല. അത് നോക്കിയില്ല, കേട്ടു, പഠിച്ചു. ഓരോ രാത്രിയും അത് ദയയും കളിയുമൊക്കെയും കണ്ടു. പക്ഷേ അത് എപ്പോഴും ശാന്തമായിരുന്നു. ഓരോ ദിവസവും അല്പം കൂടുതൽ ബുദ്ധിമാനായി. ഒരു രാത്രി കാട് മുഴുവൻ ശബ്ദത്തോടെ നിറഞ്ഞു. എല്ലാ മൃഗങ്ങളും വാദിച്ചു. ഞാനാണ് ഏറ്റവും ബുദ്ധിമാൻ, കുറുക്കൻ പറഞ്ഞു. ഇല്ല, ഞാനാണ് ഏറ്റവും ദയുള്ളത്, മുയൽ പറഞ്ഞു. അപ്പോഴാണ് ആ ഉയർന്ന വൃക്ഷത്തിന്റെ മുകളിൽ നിന്ന് ഒരു മൃദുവായ ആഴത്തിലുള്ള ശബ്ദം കേട്ടത്. എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ആന്ത് പറഞ്ഞു, ഞാൻ എത്ര അധികം കാണുന്നുവോ അത്ര കുറച്ച് സംസാരിക്കുന്നു. ഞാൻ എത്ര കുറച്ച് സംസാരിക്കുമ്പോൾ അത്ര കൂടുതൽ കേൾക്കുന്നു. ഞാൻ എത്ര കൂടുതൽ കേൾക്കുമ്പോൾ അത്ര കൂടുതൽ ബുദ്ധിമാനാകുന്നു. കാട് മുഴുവൻ ശാന്തമായി. ചന്ദ്രന്റെ വെളിച്ചം ഓരോ മുഖത്തും മൃദുവായി തിളങ്ങി. ആ രാത്രി മുതൽ മൃഗങ്ങൾ മൃദുവായി സംസാരിച്ചു, കൂടുതൽ കേട്ടു. അങ്ങനെ ആ ബുദ്ധിമാനായ ആന്തിനെ പോലെ ആകാൻ ശ്രമിച്ചു. യഥാർത്ഥ ജ്ഞാനം സംസാരിക്കുന്നതിൽ അല്ല, കേൾക്കുന്നതിലാണ്. ഒരു കാലത്ത് ഒരു കാക്ക ഒരു രുചികരമായ ചീസ് കഷണത്തെ കണ്ടു. അത് ചീസ് പിടിച്ച് ഒരു ഉയർന്ന മരത്തിന്റെ മുകളിലേക്ക് പറന്നു. ഇത് എന്റെ ഭക്ഷണം, കാക്ക ചിന്തിച്ചു, ഞാൻ ഇത് സന്തോഷത്തോടെ തിന്നണം. അന്ന് ഒരു ബുദ്ധിമാൻ നരി കാട്ടിലൂടെ നടക്കുകയായിരുന്നു. നരി കാക്കയെ ചീസ് സഹിതം കാണുമ്പോൾ കണ്ണുകൾ മിന്നി. നല്ല അവസരം. കാക്കയെ വഞ്ചിച്ച് ആ ചീസ് ഞാൻ നേടാം, നരി ചിന്തിച്ചു. കുറുക്കൻ മരത്തിനടിയിൽ ഇരുന്നു മധുരമായ സ്വരത്തിൽ പറഞ്ഞു, പ്രിയ കാക്ക, നിന്റെ തൂവലുകൾ മനോഹരമാണ്, നിന്റെ കണ്ണുകൾ തിളക്കമുള്ളതാണ്, നിന്റെ ശബ്ദം മനോഹരമായിരിക്കണം. നീ എനിക്ക് വേണ്ടി പാടുമോ? കാക്ക അഭിമാനത്തോടെ പറഞ്ഞു. ഞാൻ പാടും. നരി എന്റെ ശബ്ദം കേൾക്കണം. കാക്ക തന്റെ വായ തുറന്നതോടെയാണ് ചീസ് നേരിട്ട് നരിയുടെ വായിലേക്ക് വീണത്. നരി ചീസ് കഴിച്ച് ചിരിച്ചു പറഞ്ഞു, കെട്ടുപാടുകൾ കേട്ടാൽ
ചിലപ്പോഴെങ്കിലും ബുദ്ധിമാൻ കാക്കകളും വഞ്ചിതരാകുമെന്ന് മനസ്സിലാക്കുക. കാക്ക ലജ്ജയോടെ ചിന്തിച്ചു, ഞാൻ എന്റെ അഭിമാനത്തിന് കാരണമായി അലക്ഷ്യമാക്കി. ഇനി കെട്ടുപാടുകളിൽ ശ്രദ്ധിക്കാം. അന്നു മുതൽ കാക്ക ഒരു പ്രധാന പാഠം പഠിച്ചു. പ്രശംസകൾ സുന്ദരമാകാം, പക്ഷേ അവ നിങ്ങളെ അലക്ഷ്യമാക്കാൻ പാടില്ല. ഒരിക്കൽ പച്ചപ്പിൽ നിറഞ്ഞ മനോഹരമായ കാട്ടിൽ ഒരു ചെറിയ മുയൽ ജീവിച്ചിരുന്നു. അത് എല്ലായ്പ്പോഴും കൗതുകത്തോടെയും കളിയോടെയും സാഹസങ്ങൾക്ക് തയ്യാറായുമായിരുന്നു. ഒരു പ്രഭാതത്തിൽ കാട്ടിൽ ചാടിച്ചാടി കളിക്കുന്നതിനിടെ മുയൽ നിലത്തു മിന്നുന്നതൊന്നു കണ്ടു. അയ്യോ, ഇത് എന്താ എന്ന് അത് അത്ഭുതപ്പെട്ടു. അത് ഒരു മനോഹരമായ ഇന്ദ്രധനുസ് താക്കോൽ. മുയൽ അത് എടുത്തു നോക്കി. ഇത് തീർച്ചയായും ഒരു മാന്ത്രിക താക്കോൽ പോലെയുണ്ട്. പക്ഷേ ഏത് വാതിലിന്റെ താക്കോൽ എന്ന് വിചാരിച്ചു. അതേസമയം ഒട്ടും പ്രതീക്ഷിക്കാതെ ഒരു മൃദുവായ ശബ്ദം കേട്ടു. ഇത് ഇന്ദ്രധനുസ് വാതിലിന്റെ താക്കോൽ. പക്ഷേ ഓർക്കൂയേ, നല്ല മനസ്സുള്ളവർക്ക് മാത്രമേ ഈ താക്കോൽ ഉപയോഗിക്കാനാകൂ. മുയൽ അത്ഭുതപ്പെട്ടു. തന്റെ മനസ്സിൽ വിചാരിച്ചു, ഞാൻ മാത്രം വാതിൽ തുറന്നാൽ സന്തോഷം ഒരു നിമിഷം മാത്രം നിലനിൽക്കും. പക്ഷേ സുഹൃത്തുക്കളോടൊപ്പം തുറന്നാൽ സന്തോഷം എന്നും തുടരും. അത് ഉടൻ തന്നെ സുഹൃത്തുക്കളെ വിളിച്ചു. ഹേ അണ്ണാൻ, വേഗം വാ. ചെറിയ മാൻകുട്ടിയെ, നീയും വാ. പക്ഷിയെ, എനിക്ക് കൂടെ പറന്നുവാ. എല്ലാവരും ആവേശത്തോടെ എത്തി. അവർ ഒത്തുചേർന്ന് ഇന്ദ്രധനുസ് താക്കോൽ വാതിലിൽ ഇട്ടു. വാതിൽ പതുക്കെ തുറന്നു. അകത്തു നോക്കിയപ്പോൾ അവരുടെ കണ്ണുകൾ സന്തോഷത്തിൽ മിനുങ്ങി. അവിടെ തിളങ്ങുന്ന കാരറ്റുകൾ, മധുരമുള്ള പഴങ്ങൾ, രുചികരമായ ബെറികൾ, കൂടാതെ മാന്ത്രികമായി പ്രകാശിക്കുന്ന പൂക്കളും ഉണ്ടായിരുന്നു. സുഹൃത്തുക്കൾ സന്തോഷത്തോടെ ചാടി. അവർ ഒരുമിച്ച് കഴിച്ചു, ചിരിച്ചു. ഇന്ദ്രധനുസ് നിറങ്ങളുടെ നടുവിൽ നൃത്തം ചെയ്തു. ചെറിയ മുയൽ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, കാണൂ സുഹൃത്തുക്കളെ, നാം പങ്കുവച്ചാൽ മാത്രമേ സന്തോഷം കൂടുതൽ ആകൂ. ആ ദിവസം മുതൽ മുയലും അതിന്റെ സുഹൃത്തുക്കളും മനസ്സിലാക്കിയേ, ലോകത്തിലെ ഏറ്റവും വലിയ നിധി ആ ഇന്ദ്രധനുസ് താക്കോൽ അല്ലാല, പക്ഷേ സ്നേഹവും പങ്കുവെക്കലുമാണ് യഥാർത്ഥ സമ്പത്ത്. പങ്കുവച്ചാൽ സന്തോഷം ഇരട്ടിയാകും. ഒരു മനോഹരമായ രാവിലെയാണ് ലില്ലി പൂന്തോട്ടത്തിലേക്ക് പോയത്. അവളുടെ കയ്യിൽ ഒരു വലിയ ചുവന്ന ബലൂൺ ഉണ്ടായിരുന്നു. അത് കാറ്റിൽ തേയ്ത് ഉയർന്നു നിൽക്കുകയായിരുന്നു. ലില്ലി അതിനെ സന്തോഷത്തോടെ നോക്കി നിന്നു. അവൾ ചിരിക്കുമ്പോൾ തന്നെ ഊഞ്ഞാലിന്റെ അടുത്ത് നിന്ന് ഓടിക്കഴിഞ്ഞു. അപ്രതീക്ഷിതമായി ശക്തമായ ഒരു കാറ്റ് വീശി. ബലൂൺ പറന്നുപോയി. അയ്യോ ഇല്ല എന്ന് ലില്ലി വിളിച്ചു. അവൾ വേഗം ഓടി ഊഞ്ഞാൽ കടന്ന് കുളം കടന്ന്, പക്ഷേ ബലൂൺ ഉയർന്നു പറന്നു. കുറച്ചു സമയം ഓടിയ ശേഷം ലില്ലി നിൽക്കുകയായിരുന്നു. അവൾ തളർന്നുപോയി ദുഃഖത്തോടെ പറഞ്ഞു, എന്റെ ബലൂൺ മേലേക്ക് പോയി. അതു സമയത്ത് ഒരു മരംകൊമ്പിൽ നിന്ന് ഒരു മധുരമായ ശബ്ദം കേട്ടു. മേലോട്ട് നോക്ക്. ലില്ലി തല മേലോട്ട് ഉയർത്തി നോക്കി. അവിടെ ഒരു സൗഹൃദ അണ്ണാൻ ഉണ്ടായിരുന്നു, ഇരുന്നുകൊണ്ടിരിക്കുന്നു. നിങ്ങളുടെ ബലൂൺ ഇതാ, അണ്ണാൻ പറഞ്ഞു. ചുവന്ന ബലൂൺ ആ മരംകൊമ്പുകളിൽ കുടുങ്ങിയിരുന്നതാണ്. അണ്ണാൻ അതിന്റെ ചെറിയ കൈകൾ കൊണ്ട് ബലൂൺ പതുക്കെ തള്ളി. അത് പൊമ്മിക്കിടക്കുകയായിരുന്നു, നേരെ ലില്ലിയുടെ കൈകളിൽ ചെന്നു വീണു. നന്ദി അണ്ണാൻ എന്ന് അവൾ സന്തോഷത്തോടെ പറഞ്ഞു. അന്നു മുതൽ ലില്ലി എപ്പോഴും തന്റെ ബലൂൺ കയ്യിൽ കെട്ടിനടക്കാൻ തുടങ്ങി. പിന്നീട് ഓരോ തവണയും പൂന്തോട്ടത്തിൽ വന്നപ്പോൾ മരത്തിൽ ഇരിക്കുന്ന പുതിയ സുഹൃത്തിനോട് അവൾ പുഞ്ചിരിയോടെ കൈയലയ്ക്കുമായിരുന്നു. ഒരു ചെറിയ ഗ്രാമത്തിൽ രവി എന്ന സാദാ ബാലൻ ജീവിച്ചിരുന്നു. അവൻ ദിവസേന തന്റെ ചെറിയ പണിമുറിയിൽ കഠിനമായി ജോലി ചെയ്തു മണ്ണുകൊണ്ട് പാത്രങ്ങൾ, കപ്പുകൾ, ജാറുകൾ എന്നിവ രൂപപ്പെടുത്തുകയായിരുന്നു. തന്റെ ജോലിയെ അവൻ വളരെ ഇഷ്ടപ്പെടുകയും ഓരോ പാത്രവും മനോഹരമായി ഉണ്ടാക്കാൻ എപ്പോഴും മുഴുവൻ ശ്രമവും ചെലവഴിക്കുകയും ചെയ്തു. ഒരു ദിവസം രാവിലെയോടെ രവി ചിന്തിച്ചു, ഇന്ന് ഞാൻ ഇതുവരെ ആരും കണ്ടിട്ടില്ലാത്ത ഏറ്റവും മികച്ച പാത്രം ഉണ്ടാക്കും. അവൻ സൂക്ഷ്മമായി മികച്ച മണ്ണ് തിരഞ്ഞെടുത്തു പാത്രം ആകൃതിയാക്കി തുടങ്ങി. പക്ഷേ ജോലി ചെയ്യുന്നതിനിടെ പാത്രത്തിന്റെ ഒരു വശത്ത് ചെറിയ പൊട്ടൽ ഉണ്ടായി.
അയ്യോ, രവി ദീർഘനിശ്വാസം വിട്ടു. ഈ പാത്രം ശരിയായില്ല. അവൻ അതിനെ മാറ്റിവച്ച് മറ്റൊന്ന് തുടങ്ങിച്ചു. ഈ തവണ ആകൃതി ശരിയായി വന്നെങ്കിലും കൈപ്പിടി അല്പം വളഞ്ഞു പുറത്തു വന്നു. ഇതും ശരിയായില്ല എന്ന് അവൻ നിരാശയായി പറഞ്ഞു. ഒരു പൂർണ്ണ ദിവസം രവി നിരവധി പാത്രങ്ങൾ ഉണ്ടാക്കിയെങ്കിലും ഓരോന്നിലും ചെറിയൊരു ദോഷമുണ്ടായിരുന്നു. ചിലത് അല്പം വങ്ങിയത്, ചിലത് പൊള്ളയായത്. സന്ധ്യയോടെ അവൻ ക്ഷീണിച്ച് നിരാശനായി. അപ്പോഴാണ് ഒരു വയോധികയായ സ്ത്രീ അവന്റെ പണിമുറിയിലേക്ക് എത്തിയത്. അവൾ സ്നേഹത്തോടെ പറഞ്ഞു, നിന്റെ പാത്രങ്ങളിൽ ഒന്ന് എനിക്ക് വാങ്ങാമോ? എന്റെ പഴയ പാത്രം പൊട്ടിപ്പോയി. രവി അലമാരയിലേക്ക് വിരൽ ചൂണ്ടി പറഞ്ഞു, നിനക്ക് ഇഷ്ടമുള്ളത് എടുക്കാം, പക്ഷേ അവ ഒന്നും പൂർണ്ണമായിട്ടില്ല. വയോധിക സ്ത്രീ പുഞ്ചിരിച്ച് ചെറിയ പൊട്ടലുള്ള പാത്രം തിരഞ്ഞെടുത്തു. അവൾ അത് വെള്ളം നിറച്ച് വീട്ടിലേക്ക് കൊണ്ടുപോയി. മറാൾ അവൾ വീണ്ടും വന്നു, കണ്ണുകളിൽ ആനന്ദം നിറഞ്ഞു പറഞ്ഞു, രവി, നിനക്ക് അറിയാമോ, ഞാൻ ഈ പാത്രത്തിൽ വെള്ളം കൊണ്ടുപോകുമ്പോഴൊക്കെ കുറച്ചു തുള്ളികൾ ആ പൊട്ടലിലൂടെ പുറത്തേക്ക് വീഴുന്നു. അവ എന്റെ വഴിയിലുള്ള പുഷ്പങ്ങൾക്ക് വെള്ളമാകുന്നു. നിന്റെ അപൂർണ പാത്രത്തിന് നന്ദി, ഇപ്പോൾ മനോഹരമായ പൂക്കൾ വിരിയുന്നുണ്ട്. രവി അത്ഭുതപ്പെട്ടു, മനസ്സ് തൊട്ടുപോയി. അവൻ മനസ്സിലാക്കി, അപൂർണമായതും ലോകത്തിന് സന്തോഷവും നന്മയും നൽകാൻ കഴിയും. ഒരു ചെറിയ ഗ്രാമത്തിൽ അരുൺ എന്ന നല്ല കുട്ടിയുണ്ടായിരുന്നു. അവൻ എല്ലായ്പ്പോഴും എല്ലാവർക്കും സഹായം ചെയ്യും, ചിരിച്ച മുഖത്തായിരുന്നു. ഒരു ദിവസം സ്കൂളിൽ നിന്ന് വീട്ടിലേക്ക് നടക്കുമ്പോൾ ഒരു വലിയ മരത്തിന് കീഴിൽ തിളങ്ങുന്ന ചുവന്ന ആപ്പിൾ കണ്ടു. അവൻ പറഞ്ഞു, വാ വാ, എത്ര മനോഹരമായ ആപ്പിൾ. അവന് വിശപ്പുണ്ടായിരുന്നു. ആപ്പിൾ വളരെ രുചിയായിരുന്നു. പക്കൽ ഒരു ചെറിയ കൂട്ടയും ബോർഡും ഉണ്ടായിരുന്നു. ആപ്പിൾ വിൽപ്പനയ്ക്ക് 5 രൂപ. അരുൺ ചിന്തിച്ചു, ഇത് ആപ്പിൾ വിൽക്കുന്ന ചാച്ചാച്ചേതായിരിക്കും. അവൻ കുറച്ചു നേരം ആലോചിച്ചു. ആരും കാണുന്നില്ല, ഞാൻ തിന്നാമല്ലോ. പക്ഷേ ഹൃദയം പറഞ്ഞു, അത് തെറ്റാണ്. അവൻ ഉടനെ ചാച്ചാച്ചിരികിലേക്ക് പോയി പറഞ്ഞു, ചാച്ചാ, ഈ ആപ്പിൾ നിങ്ങളുടെ മരത്തിന്റെ അടിയിൽ കിട്ടി. ചാച്ചാ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, എന്റെ കുഞ്ഞേ, നീ സത്യസന്ധനായ കുട്ടിയാണ്. ഈ ആപ്പിൾ നിനക്കേ. അരുൺ സന്തോഷത്തോടെ പറഞ്ഞു, നന്ദി ചാച്ചാ. അവൻ ആപ്പിൾ എടുത്തു, കൈകളാൽ മാത്രമല്ല, സത്യസന്ധത നിറഞ്ഞ ഹൃദയത്തോടെയും. അന്നു മുതൽ എല്ലാവരും അവനെ സത്യസന്ധനായ അരുണ് എന്ന് വിളിച്ചു. ഓരോ തവണയും ആപ്പിൾ കാണുമ്പോൾ അവൻ ചിന്തിക്കും, സത്യം എപ്പോഴും മധുരമാണ്. ഒരു മനോഹരമായ രാവിലെ താര സന്തോഷത്തോടെ കടൽത്തീരത്ത് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. മൃദുവായ മണൽ അവളുടെ കാലുകളെ സ്പർശിച്ചു. തിരമാലകൾ പതുക്കെ ചുറ്റിത്തിരിഞ്ഞ് ഷൽ ഷൽ എന്ന ശബ്ദത്തോടെ ഒഴുകുകയായിരുന്നു. താരക്ക് ചിപ്പികൾ ശേഖരിക്കുന്നത് വളരെ ഇഷ്ടമാണ്. അവൾ ചെറുതായും മിനുക്കമുള്ള നിറമുള്ളതുമായ ചിപ്പികൾ എടുത്തു നോക്കി. അതിൽ ഒന്ന് ഹൃദയരൂപത്തിൽ ആയിരുന്നു. അവൾ അതെടുത്ത് കാതിനു സമീപം വെച്ചു കേട്ടു. ഓരോ ചിപ്പിയും കടലിന്റെ രഹസ്യങ്ങൾ പറയുന്നതുപോലെയായി തോന്നി. അവൾ കടൽത്തീരത്തേക്ക് മുന്നോട്ട് നടന്നപ്പോൾ മണലിൽ നിറഞ്ഞ ഇളം പിങ്ക് നിറമുള്ള ഒരു പ്രകാശിക്കുന്ന ചിപ്പി അവളുടെ കണ്ണിൽ പെട്ടു. ഓ, താര അതിനെ ആശ്ചര്യത്തോടെ എടുത്തു നോക്കി. അപ്പോൾ ഒരു ചെറിയ ശബ്ദം കേട്ടു, എന്നെ കണ്ടതിന് നന്ദി. താര ചുറ്റുവട്ടം നോക്കി. അവിടെ ആരും ഇല്ലായിരുന്നു. ആ ശബ്ദം ചിപ്പിയിൽ നിന്നു വന്നു. ഞാൻ ഒരു മാന്ത്രിക ചിപ്പിയാണ്, അതു ഭംഗിയായി പറഞ്ഞു. ഞാൻ നിന്റെ ഒരു ആഗ്രഹം സാക്ഷാത്കരിക്കാൻ കഴിയും. താര കുറച്ചു നേരം ചിന്തിച്ചു. കളിപ്പാട്ടങ്ങളും മധുരങ്ങളും എനിക്ക് ആവശ്യമില്ല. താര പുഞ്ചിരിച്ചു പറഞ്ഞു, എന്റെ ആഗ്രഹം കടലിലെ എല്ലാ ജീവികളെയും എല്ലായ്പ്പോഴും സുരക്ഷിതമായി സന്തോഷത്തോടെ കാണാനാണ്. ചിപ്പി പ്രകാശിച്ചു. പിന്നീട് അതെല്ലാം താരയുടെ കയ്യിൽ നിന്ന് പതുക്കെ പുറത്തു വന്നപ്പോൾ തിരമാലകളിലേക്ക് ചാടിമറഞ്ഞു. അതിനൊപ്പം കടൽ മുഴുവൻ സന്തോഷത്തോടെ നിറഞ്ഞു. ഡോൾഫിനുകൾ മുകളിലേക്ക് ചാടിമറയുന്നു. ആമകൾ അവരുടെ കാലുകൾ ഇലക്കി നൃത്തം ചെയ്തു. മികച്ച നിറങ്ങളിൽ തിളങ്ങുന്ന മത്സ്യങ്ങൾ ചുറ്റി ചുറ്റി നീന്തി.
അത് കണ്ടപ്പോൾ താരയ്ക്ക് സന്തോഷമായി. ആ രാത്രിയിൽ താര കിടക്കയിൽ കിടക്കുമ്പോൾ കടൽക്കാറ്റ് അവളുടെ ജാലകത്തിലൂടെ പതുക്കെ അകത്തേക്ക് കയറി. ഒരു മൃദുവായ ശബ്ദം കേട്ടു. നന്ദി താര. താര പുഞ്ചിരിച്ചു. ഒരു ചെറിയ ഹൃദയത്തിന്റെ ആഗ്രഹം പോലും വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാനാകുമെന്നു അവൾ മനസ്സിലാക്കി. ഒരു മനോഹരമായ വൈകുന്നേര സമയമായിരുന്നു. കൊച്ചു പെൺകുട്ടി അബി സ്കൂളിൽ നിന്ന് സന്തോഷത്തോടെ വീട്ടിലേക്ക് മടങ്ങി. തനിക്ക് ഏറെ ഇഷ്ടമായ ടെഡി ബെയറുമായി കളിക്കാൻ ഓടിയെത്തി. പെട്ടെന്ന് എന്തോ അവളുടെ കണ്ണിൽ പെട്ടു. ടെഡിയുടെ ഒരു കണ്ണ് കാണുന്നില്ല എന്ന് അബി ഉലക്കത്തോടെ അമ്മയോട് പറഞ്ഞു. അമ്മ അടുക്കളയിൽ നിന്ന് പുറത്തിറങ്ങി പറഞ്ഞു. അബി, അത് തീർച്ചയായും എവിടെയെങ്കിലും ഇവിടെയായിരിക്കും വീണത്. വിഷമിക്കണ്ട, നാം രണ്ടുപേരും ചേർന്ന് തിരയാമോ? ശരി അമ്മേ എന്നതിനൊപ്പം ഇരുവരും വീട്ടിൽ മുഴുവൻ തിരയാൻ തുടങ്ങി. അബിയുടെ മുഖത്ത് നിരാശ വ്യക്തമായി കാണാമായിരുന്നു. അമ്മ സ്നേഹപൂർവ്വം പറഞ്ഞു, ഇവിടെയെങ്കിലും ഉണ്ടായിരിക്കും, ക്ഷമയോടെ തിരിക്കാമല്ലോ. ആ നിമിഷം അബി പെട്ടെന്ന് വിളിച്ചു പറഞ്ഞു, അമ്മേ, ഇതാ ടെഡിയുടെ കണ്ണ്, അത് മേശയ്ക്കടിയിലാണ്. അവൾ ബൊമ്മ പിടിച്ചു സന്തോഷത്തോടെ അമ്മയ്ക്ക് കൊടുത്തു. അമ്മ പുഞ്ചിരിയോടെ തയ്യൽ പെട്ടി എടുത്ത് ഓർത്തതുപോലെ ടെഡിയുടെ കണ്ണ് തേക്കാൻ തുടങ്ങി. ടെഡിയുടെ കണ്ണ് ഇനി ശരിയാകുന്നു. ഇനി നിന്റെ ടെഡിയെ വീണ്ടും കാണാൻ തയ്യാറാണോ? അമ്മ ചോദിച്ചു. അബി സന്തോഷത്തോടെ ചാടികേറി അമ്മയെ ആലിംഗനം ചെയ്തു പറഞ്ഞു, നന്ദി അമ്മേ. അമ്മ പുഞ്ചിരിയോടെ മറുപടി പറഞ്ഞു, നിന്റെ വേണ്ടി ഞാൻ എന്തും ചെയ്യും. ആ രാത്രിയിൽ അബി തന്റെ ടെഡിയെ സ്നേഹത്തോടെ തന്റെ അടുത്തുവെച്ച് മൃദുവായി പറഞ്ഞു, ടെഡി, ഇനി നിന്നെ ഒന്നും സംഭവിക്കില്ല, ഞാനും അമ്മയും നിന്നെ ശ്രദ്ധിക്കാം. സന്തോഷത്തോടെ അബി ടെഡിയെ ചേർത്ത് കിടന്നുറങ്ങി. അബി മധുര സ്വപ്നങ്ങളിൽ മുഴുകി. മനോഹരമായ ഒരു നഗരത്തിൽ ലില്ലി എന്നൊരു കൊച്ചു പെൺകുട്ടി താമസിച്ചിരുന്നു. ലില്ലിക്ക് കുക്കീസുകൾ വളരെ ഇഷ്ടമായിരുന്നു. പക്ഷേ അവളുടെ അമ്മയ്ക്ക് ഒരു നിയമം ഉണ്ടായിരുന്നു. അത്താഴത്തിന് മുമ്പ് കുക്കീസ് വേണ്ട. ഒരു വൈകുന്നേരം അടുക്കള കൗണ്ടറിൽ ചൂടുള്ള ബിസ്ക്കറ്റുകൾ അവൾ കണ്ടു. അവയ്ക്ക് നല്ല മണം ഉണ്ടായിരുന്നു. അത്യാഗ്രഹത്തോടെ ലില്ലി ഒരു കടി കടിച്ചു. പക്ഷേ ആരോ നടക്കുന്ന ശബ്ദം അവൾ കേട്ടു. പരിഭ്രാന്തിയോടെ പകുതി കഴിച്ച ബിസ്ക്കറ്റ് ഒരു തൂവാലയുടെ അടിയിൽ ഒളിപ്പിച്ച് അവൾ ഓടിപ്പോയി. അത്താഴ സമയത്ത് അമ്മ ചോദിച്ചു, അത്താഴത്തിന് മുമ്പ് ആരാണ് കുക്കീസ് കഴിച്ചത്? ലില്ലിയുടെ ഇളയ സഹോദരൻ തോളിൽ തട്ടി. ഞാൻ ചെയ്തില്ല. അച്ഛൻ തലയാട്ടി. ഇല്ല. ലില്ലി നിശബ്ദമായി ഇരുന്നു ചിന്തിച്ചു. ഞാൻ അതിൽ നിന്ന് രക്ഷപ്പെട്ടു. പക്ഷേ പിന്നെ വൂഫ് വൂഫ്. അവരുടെ കൊച്ചു നായ്ക്കുട്ടി ഓടി വന്നു, മുഖത്ത് ചോക്ലേറ്റ് കഷണങ്ങളുമായി. ലില്ലി ശ്വാസം മുട്ടി. ഓ ഇല്ല. അവളുടെ അമ്മ പകുതി തിന്ന കുക്കി കണ്ടെത്തി പുരികം ഉയർത്തി. ലില്ലി നെടുവീർപ്പിട്ടു. ശരി, ഞാൻ അത് കഴിച്ചു. പക്ഷേ നായക്കുട്ടി കഷണങ്ങൾ മോഷ്ടിച്ചു. അമ്മ പുഞ്ചിരിച്ചു. നീ ചോദിച്ചിരുന്നെങ്കിൽ അത്താഴത്തിന് ശേഷം ഞാൻ ഒന്ന് തരുമായിരുന്നു. പക്ഷേ ഇപ്പോൾ മധുരം വേണ്ട. ലില്ലി ഞെരങ്ങി. പക്ഷേ നായ്ക്കുട്ടി വാൽ ആട്ടിക്കൊണ്ടിരുന്നു. മോഷ്ടിച്ച മധുരപലഹാരങ്ങൾ കൊണ്ട് സന്തോഷിച്ചു. ലില്ലി പഠിച്ചു, സത്യസന്ധത എപ്പോഴും സമർത്ഥമായ തന്ത്രങ്ങളെക്കാൾ നല്ലതാണ്. കുക്കീസ് കണ്ടിട്ട് ഒരിക്കലും ഒരു ഒരുത്തനെയും വിശ്വസിക്കരുത്.